മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിക്കുമെന്ന് പറഞ്ഞ വീടുകൾ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ പുതിയ തന്ത്രങ്ങളുമായി ടി സിദ്ദീഖ് എം.എൽ.എ. വയനാട്ടിലെ ജനപ്രതിനിധികളുമായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് കാണാനായി 1.5 വർഷത്തിനു ശേഷം സിദ്ദീഖും കൂട്ടരുമെത്തി. അതേസമയം മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ 250-ലേറെ വീടുകളുടെ കോൺക്രീറ്റ് പ്രവർത്തനം കഴിഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി CMDRF ഫണ്ടിൽ ഒരണ പോലും കൊടുക്കാൻ പാടില്ലെന്ന് പ്രഖ്യാപിച്ചവരാണ് ഇപ്പോൾ സർക്കാരിന്റെ ടൗൺഷിപ്പിൽ അവകാശവാദവുമായി എത്തുന്നത്. സർക്കാർ ജീവനക്കാരോട് പോലും ശമ്പളത്തിൽ നിന്ന് CMDRFിലേക്ക് പണം നൽകരുതെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങൾ പോലും ആവുന്ന പണം നൽകിയപ്പോൾ അതിനോട് മുഖം തിരിഞ്ഞു നിന്നവർ ഇന്ന് ടൗൺഷിപ്പിലേക്ക് എത്തുകയാണ്. രാജ്യത്തെ പല സംസ്ഥാന സർക്കാരുകളും കേരള സർക്കാരിന് ദുരന്തബാധിതരുടെ വീടുകൾക്ക് വേണ്ടി പണം നൽകി. അപ്പോഴും വയനാട് MP അണ പൈസ പോലും നൽകാൻ തയ്യാറായില്ല. ജോൺ ബ്രിട്ടാസ്, V. ശിവദാസൻ തുടങ്ങി ഇടതുപക്ഷ MPമാർ 1 കോടി രൂപ വരെ സർക്കാരിന് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകിയപ്പോൾ വയനാട് MP മാത്രം ഒന്നും ചെയ്തില്ല. കോൺഗ്രസിനോട് നിങ്ങൾ പിരിച്ച ഫണ്ട് എവിടെ, കോൺഗ്രസിന്റെ വീട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ സർക്കാരിന്റെ ടൗൺഷിപ്പ് എവിടെ എന്ന മറുചോദ്യം ആദ്യഘട്ടത്തിൽ ചോദിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ടൗൺഷിപ്പിന്റെ അവകാശവാദവുമായി ഇറങ്ങിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ഒന്ന്, ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അപ്പോൾ എത്രയും 200 വീടായി, ആകെ 400 വീടേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിൻ്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പോൾ 300 വീടാവും. അപ്പോൾ ആകെ 400 വീടേ നിർമ്മിക്കേണ്ടേ ഉള്ളൂ. അപ്പോൾ 300 വീട് നിർമ്മിക്കുന്നത് UDF-ആയിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 300 വീട് അവിടെ വരും. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യം പറയും. യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്ത 1,05,00,000 രൂപ അത് KPCCക്ക് കൈമാറും അടുത്ത ദിവസം. ഇതെല്ലാം ക്ലിയറാണ്. ടി സിദ്ദീഖ് MLA കഴിഞ്ഞ ദിവസം ടൗൺഷിപ്പിലേക്ക് ഇറങ്ങി. അതും ചില UDF നേതാക്കളെയും കൊണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അധികൃതരോട് പ്രവർത്തനം സംബന്ധിച്ച് ചോദിച്ചു മനസ്സിലാക്കി. അവരോട് ഇനി എന്താ വേണ്ടത് എന്ന് ചോദിച്ചു എന്നൊക്കെ നടത്തിപ്പുകാരന്റെ മട്ടിലാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. തറക്കല്ലിടലിന് ശേഷം ടൗൺഷിപ്പ് എവിടെ എന്ന് പോലും അറിയാത്ത ടി സിദ്ദീഖാണ് ഇപ്പോൾ പുതിയ നാടകവുമായി ഇറങ്ങിയിരിക്കുന്നത്. ടൗൺഷിപ്പ് ഉദ്ഘാടനത്തിന് MLA ഇവിടെ വന്നതായിരുന്നു. പിന്നീട് MLA വരുന്നത് ഇന്നലെയാണ്. ഇന്നലെ വന്ന ശേഷമാണ് ഈ ഒരു നാടകം ഇവിടെ അരങ്ങേറിയ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഞങ്ങളാണ് ഇതിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീട് കൊടുക്കാതിരിക്കുന്നതിൽ നിന്ന് ആ പണം എവിടെ പോയി എന്ന് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്, പണം എത്രയാണെന്ന് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്, എത്ര പേർക്കാണ് വീട് കൊടുക്കുന്നത് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. അതിനെല്ലാം ഒഴിഞ്ഞു മാറി തങ്ങൾക്ക് നേരെ വിമർശനങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയുള്ള ജാളിതയോടുകൂടിയുള്ള ഇതിന് വല്ലാത്ത കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയാണ്. ഇതിനെന്താ പറയാൻ വേണ്ടി കഴിയുമെന്ന് പറയാൻ കഴിയില്ല. ഒരു വല്ലാത്ത നിലപാട്. നേതൃസംഗമത്തിന് ശേഷം പുതിയ കനകോലു സിദ്ധാന്തത്തിന്റെ പ്രായോഗികതയിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. എല്ലാ ഇടതുപക്ഷ ഭരണ നേട്ടങ്ങളും സ്വന്തം പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം. അതോടൊപ്പം ഓരോ പ്രദേശത്തും ചെറിയ വിഷയങ്ങൾ ഊതിപ്പെരുപ്പിച്ച് വലിയ വിഷയങ്ങളാക്കി സർക്കാരിനെതിരെ സമരം ചെയ്യാനുള്ള ശ്രമം. അങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങൾക്കാണ് VD സതീശനും ടി സിദ്ദീഖ് അടക്കമുള്ള നേതാക്കളും തുടക്കമിട്ടിരിക്കുന്നത്. PV ജോഷില, കൈരളി ന്യൂസ്, വയനാട്.